ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്നൊരു സംഭവമായിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്താന്ന് എല്ലാവർക്കും അറിയില്ല, നമ്മുടെ പോപ്കോൺ. അപ്പൊ കുറെ ആയിട്ട് ഞാൻ ഏട്ടനോട് ഇങ്ങനെ പറയുന്ന, ഏട്ടാ ഒരു ചോളം കൊണ്ട് തരുമോ, എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാനാണത്. അങ്ങനെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ ഒരു സാധനം കണ്ടു കേട്ടോ. സ്വീറ്റ് കോൺ എന്ന് കണ്ട്. അതെന്താ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ പൊതുവേ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ പോകുമ്പോൾ ചോളം അങ്ങനെ ഉപ്പും മുളകും ചെറുനാരങ്ങൊക്കെ പുരട്ടിയിട്ട് തരില്ല, അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പോപ്കോൺ പോലെ ഉണ്ടാക്കിയും കഴിക്കും. അപ്പൊ ഈ പ്രാവശ്യം ചോളം കിട്ടിയപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വെറൈറ്റി ആക്കാന്ന്. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ച ചോളത്തിന് മധുരമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഈ ചോളത്തിന് നല്ല മധുരമുണ്ട്. വെറുതെ അല്ല കേട്ടോ ചോളത്തിന് സ്വീറ്റ് കോൺ എന്ന് പറയുന്നത്. എനിക്കിത് അറിയില്ലായിരുന്നു. എന്നെ പോലെ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനത്തെ ചോളമൊക്കെ ഞാൻ വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പെഷ്യൽ അടിപൊളി സംഭവം ഉണ്ടാക്കാം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ചോളം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ മുറിച്ചാണ് ഇട്ടത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് എരി പിടിച്ചോട്ടെ, ഇതിന് അത്ര അങ്ങോട്ട് എരി പിടിക്കൂല കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടോ. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. പിന്നെ ഞാൻ ഉള്ളിക്കൊട്ടയെന്ന് ഉള്ളിയും തക്കാളിക്കൊട്ടയെന്ന് തക്കാളിയൊക്കെ പൊക്കി വന്നിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മാഗി മസാല ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ അതും കൂടി എടുത്തിട്ടുണ്ട്. 2 മാഗി മസാല ആയിരുന്നു തോന്നുന്നു ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫാമിലി പാക്ക് വാങ്ങുമ്പോൾ ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോളം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ചോളം വെറുതെ വാങ്ങണ്ടെന്ന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരു പ്രാവശ്യം ഇതേപോലെ വെറുതെ ഇങ്ങനെ ചോളത്തിന് ഉപ്പ് മുളക് പറഞ്ഞിട്ട് ആരും കഴിച്ചില്ല കേട്ടോ. അത് വെറുതെ അവിടെ സൈഡ് കിടന്ന്. അപ്പൊ ഞാൻ എന്തായാലും ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടാ എനിക്ക് എന്തായാലും എപ്പോഴെങ്കിലും ടൗണിൽ പോകുമ്പോൾ വാങ്ങണം. ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ടല്ലോ ഏട്ടനൊരു ഫ്രൂട്ട്സ് കൊതിയനാണെന്ന്. അപ്പം നമ്മുടെ കോഴിക്കോട് പാളയത്ത് എന്ത് വെറൈറ്റി ഫ്രൂട്ട്സ് വന്നാലും ഏട്ടൻ വാങ്ങട്ടോ. അപ്പോൾ ഈ ഒരു സീസണിൽ ചോളം ഇങ്ങനെ ഒരുപാട് അവിടെ കണ്ട് അങ്ങനെ എപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ വാങ്ങാൻ കഴിയില്ല. അപ്പൊ ഈ പ്രാവശ്യം ഏട്ടൻ വാങ്ങി വന്നതാണ് കേട്ടോ. അങ്ങനെ അതിന് ആവശ്യമായ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാല കോണാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ചാട്ട് മസാല കോൺ എന്ന്? അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിന് നമുക്ക് ഇഷ്ടമുള്ളത് വിളിക്കാമല്ലോ. നമ്മളെ കയ്യിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്. അങ്ങനെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ എൻ്റെ തൊണ്ടയിൽ ചെറുതായി ഒരു കിച്ച് ഉണ്ടായി ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് ബട്ടർ ഉണ്ടായിരുന്നു. ഇത് വിഷുവിന് വാങ്ങി വെച്ച ബട്ടറാണ്. അപ്പോൾ ഇത് അവരിങ്ങനെ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ ഫ്രിഡ്ജിൽ ബട്ടർ ഉണ്ടായിരുന്നു. വിഷുവിന് ഉണ്ണിക്കണ്ണന് വെക്കാൻ വേണ്ടി വാങ്ങിയ ബട്ടറാണ്. അങ്ങനെ ബട്ടർ ഇതാ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇടണം. അപ്പോൾ അതിനിടയിൽ നമ്മളെ കോണ് വെന്തപ്പം ഒരു 2 വിസിലാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ എനിക്ക് തീരെ സമയമില്ലായിരുന്നു കേട്ടോ ഗൈസ് വെയിറ്റ് ചെയ്യുക. കാരണം വൈകുന്നേരത്തെ ചായക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സ്പെഷ്യലിന് വേണ്ടിയിട്ട്. ഇത് കൂട്ടിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൊളിച്ചെടുക്കാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു. ചൂടായതുകൊണ്ട്. തണുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വേഗം കഴിയും. അപ്പോൾ ചിലവർ ഇത് പൊളിച്ചിട്ട് വിസിലടിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പച്ചവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പൊളിച്ചൊക്കെ എടുത്തു കേട്ടോ. ഇനി നമുക്കിത് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബട്ടർ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി വേണമെങ്കിൽ സാധാ ഓയിലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഗീലൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാനൊരു റെസിപ്പി കണ്ടതാണ്. അപ്പം ഞാനിത് എന്തായാലും ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്തായാലും വേണ്ടില്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ബട്ടറിൻ്റെ ടേസ്റ്റ് ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ലല്ലോ. എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ബട്ടർ അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ നമ്മളിതാ അറഞ്ച പൊളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോളം കൊണ്ട് അതിലേക്ക് ഇടുന്ന നന്നായിട്ട് കടുക് വറ അങ്ങോട്ട് ഇളക്ക് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. നമ്മളെ ചോളം വെന്തതാണ്, എന്നാലും ബട്ടറിൽ കിടന്ന ആ ബട്ടറിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു ഗൈസ്. അങ്ങനെ നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചോളത്തിൽ അങ്ങനെ നമ്മൾ വിസിലടിക്കുമ്പോൾ മാത്രം ഉപ്പൊന്നും പിടിക്കൂല കേട്ടോ. ഇത് അങ്ങനെയാണല്ലോ. അങ്ങനെ കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ മാഗി മസാല, ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അങ്ങനെ ഈ മാഗി മസാല, അപ്പം ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾ പോയി മാഗി വാങ്ങിക്കാനും നിൽക്കേണ്ടത്, നമ്മളെ സാധാ മുളക് പൊടിയൊക്കെ ഇട തന്നെ. നമുക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്ക്. ഇതിൻ്റെ മെയിൻ പരിപാടി ഇളക്കലാണ് ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാഗി മസാലയിൽ അത്ര എരി ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ ചിക്കൻ മസാല വിട്ട് ഒരു കളിയില്ല ഗൈസ്. എല്ലാത്തിലും ഞങ്ങൾ ചിക്കൻ മസാല ഇടും കേട്ടോ. അതൊരു സംതൃപ്തിയാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. അങ്ങനെ ഞാൻ ഫോണൊക്കെ എവിടെയോ വെച്ചാണ് ഗൈസ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് കുരുമുളക് പൊടി, എരിവിനൊരു കുറവ് വേണ്ട. എന്തായാലും മധുരമാണ് നമ്മുടെ സ്വീറ്റ് കോൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കുറച്ച് കാണാനൊക്കെ ഒരു കളർഫുള്ളും ഭംഗിയൊക്കെ ആയി വന്നിട്ടുണ്ടല്ലേ ഗൈസ്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ഇടാം. അപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മല്ലിയില ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ്. അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ ഫൈനലി നമ്മുടെ കോൺ മസാല, ചാറ്റ്
കോൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ സ്പൂണൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കണം, അതിനിടയിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. സത്യം പറയാലോ ആദ്യമായിട്ടപ്പോൾ എനിക്ക് അത്രയും കൂടെ ഇഷ്ടമായില്ല. കാരണം നമ്മുടെ കോണിന് നല്ല മധുരം ഉണ്ടായിരുന്നു ഗൈസ്. സ്വീറ്റ് കോണാണല്ലോ, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ നാവൊക്കെ പള്ളി പണ്ടാരടങ്ങിട്ടോ. പക്ഷെ എനിക്ക് ആർത്തി മൊത്തം എന്തായാലും ടേസ്റ്റ് ചെയ്യണമല്ലോ. ഞാൻ തിന്ന് നോക്കി. ആദ്യത്തെ സ്പൂണിൽ എനിക്ക് അത്രയും കൂടെ ഇഷ്ടമായില്ല. ഞാൻ ടാറ്റ ബൈ പറഞ്ഞു പോയി. പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഗുഡ് ടച്ച് കിട്ടിയത് ഗൈസ്. 1 കഴിച്ചു 2 കഴിച്ചു, ഞാൻ അവിടെ നിന്ന് കഴിക്കലായി. പിന്നെ ഞാൻ വിചാരിച്ചു ചായക്ക് ഇനിയിപ്പോൾ ഇത് ഇല്ലാണ്ടാവോ, ഫുള്ള് ഞാൻ കഴിച്ച് തീർക്കോ. പിന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പിടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മധുരം എരിവും എല്ലാം കൂടെ കൂടിയിട്ട്. പിന്നെ ഞാൻ ആയുധം താഴത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ, കാരണം എല്ലാവർക്കും കൊടുക്കണമല്ലോ. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ നല്ല പാൽച്ചായയും കൂടെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ അച്ഛനും ഞാനാണ് കുടിക്കുന്നത്. അമ്മ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ഏട്ടനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും ഞാനും കുടിക്കാൻ വേണ്ടി പോവാണ്. ചായയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ കൊലായി പോയിരുന്നു കുടിച്ചിട്ടോ. വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള ഭരത്തുപോലെ എന്തോ കുരുത്തൊക്കെ ഒപ്പിച്ചു. അപ്പോൾ എന്തായാലും ഈ സ്വീറ്റ് കോൺ ചാറ്റ് മസാല നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ, സീ യു.